നമസ്കാരം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. സ്വാഗതം. എന്ന് ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കൊരു ദുഃഖമുണ്ട്. കാരണം ഈ ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിട്ട് തിരിച്ച് ഒരു ഇന്ത്യക്കാർ അവിടെ കയറിയിരുന്ന് പ്രധാനമന്ത്രി അവരെ ഭരിച്ച്, പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പോൾ അവിടെ നിന്ന് വന്നാണല്ലോ, ലണ്ടനിൽ ദീർഘകാലം താമസിച്ചിട്ട് വന്നാണല്ലോ. ഒന്ന്, ഇന്ത്യക്കാരൻ ഭരിച്ചു എന്നുള്ളത് പോലും ഒരു തെറ്റായ സങ്കല്പമാണ്. അപ്പം നമുക്കിപ്പോൾ ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഒരു സായിപ്പ് നടക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നോക്കിപ്പോവും. കാരണം നമ്മൾ ഈ സായിപ്പിനെ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ വംശജനെ കണ്ട നമുക്കൊരു കൗതുകമാണ്. അതെ. പക്ഷെ ബ്രിട്ടനിൽ ആരും നോക്കത്തില്ല. കാരണം എല്ലായിടത്തും എല്ലാവരും ഉണ്ട്. പണ്ടൊക്കെ നഗരങ്ങളിലായിരുന്നു. ഇപ്പോൾ ലണ്ടനിലെ, ബർമിംഗ്ഹാമിലെ, മാഞ്ചസ്റ്ററിലെ, ലെസ്റ്ററിലൊക്കെ ആയിരുന്നു ഈ കുടിയേറ്റക്കാരൻ. ഇന്നിപ്പോൾ ഓരോ ഈ മുക്കിനും വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പ്ഷെയർ എന്ന് പറയുന്ന ഒരു സ്ഥലം, കൗണ്ടികളാണ്. ഷോപ്പ്ഷെയർ ഒരു കൗണ്ടി. കൗണ്ടി എന്ന് പറഞ്ഞ ജില്ലയാണോ? അതെന്താണ്? നമ്മുടെ ജില്ലകൾ പോലെ അവിടെ കൗണ്ടിയാണ്. വാസ്തവത്തിൽ സ്റ്റേറ്റ് ആണെന്ന് വേണേൽ പറയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം എന്ന നിലവാരം വേണമെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയും. ഇത് വളരെ കോംപ്ലിക്കേറ്റ്. അതായത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK എന്ന് പറയുന്നത് 4 പ്രവിശ്യകൾ ചേരുന്നതാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പ്രവിശ്യ, സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന പ്രവിശ്യ, വെയിൽസ് എന്ന് പറയുന്ന പ്രവിശ്യ, നോർത്ത് അയർലൻഡ് എന്ന് പറയുന്ന പ്രവിശ്യ. ഈ 4 ചേരുന്നു. ഈ 4നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ അവകാശങ്ങൾ. അപ്പം ഫസ്റ്റ് മിനിസ്റ്റർ എന്ന നിലയിൽ, അത് ചീഫ് മിനിസ്റ്റർ പോലെ ഫസ്റ്റ് മിനിസ്റ്റർ ഒരാളുണ്ടാവും. ഇതിനെല്ലാം പിന്നെ കൗണ്ടികളാണുള്ളത്. അതെ. അപ്പോൾ അതിൽ കൗണ്ടിയാണ് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൗണ്ടിയിൽ പല ടൗണുകളുണ്ടാവും. അതിൽ ഷോപ്പ്ഷെയർ എന്ന് പറയുന്ന കൗണ്ടി പക്ക ഇംഗ്ലീഷുകാരുടെ കൗണ്ടിയാണ്. ഒരു 2 പതിറ്റാണ്ട് വരെ ഈ കുടിയേറ്റക്കാരെ ഉണ്ടായിരുന്നില്ല. പക്ക ഇംഗ്ലീഷുകാരെ, വലിയ മലനിരകളുള്ള ഗ്രാമങ്ങളുള്ള വലിയ വലിയ മനോഹരമായൊരു സ്ഥലം ഷോപ്പ്ഷെയർ. അവിടേക്ക് ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ വംശജരോ അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ, ഇവർ രണ്ടുകൂടെ പരമ്പരാഗത കുടിയേറ്റക്കാരെന്ന് പറയുന്നത്, ഇവരൊക്കെ വളരെ വളരെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഇപ്പം ഞാൻ അവിടുത്തെ അങ്ങനെ ഒരു ടൗണിൽ പോയി, ടെൽഫോർഡ് എന്ന് പറഞ്ഞ ടൗണിൽ പോയി. ഞാൻ ആ ടൗണിൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും ആരും നമ്മൾ നോക്കത്തില്ല. കാരണം വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആളുകൾ എല്ലായിടത്തും അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സായിപ്പിനെ കണ്ടാൽ സായിപ്പാന്ന് തോന്നുന്ന തോന്നൽ അവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഈ ഋഷി സുനക്കിന്റെ വല്യപ്പൻ, അത് അപ്പൻ്റെ അപ്പനാണ് ഇന്ത്യക്കാരനായിരുന്നത്. അപ്പൻ്റെ കാലത്ത് തന്നെ മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതായത് നമ്മൾ ഈ കുടിയേറ്റത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഇതിനെ 3ആയിട്ടാണ് വിഭജിക്കുന്നത്. ഒന്നാമത്തേത് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത്, അന്നത്തെ കാലത്ത്, അത് ഏതാണ്ട് 200 വർഷം, 1947 വരെയുള്ള കോളനി ഭരണകാലത്ത്. ഈ കോളനി ഭരണകാലത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ കളക്ടർമാർ വരെ അവരാണല്ലോ, സായിപ്പാണല്ലോ. അപ്പൊ ഇവരുടെ ദാസ്യന്മാരെ, ഇവരെ സഹായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവരെയൊക്കെ അവരുടെ കുടുംബങ്ങൾക്ക് അവർ അന്നേ കൊണ്ടുപോകുമായിരുന്നു. അവരുടെ വീട്ടിൽ ഇപ്പം ഇവിടെ നിന്നുള്ള മലയാളികൾ അടക്കമുള്ളവരെ അന്ന് തന്നെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ വീട്ടിലെ പണിയും അവിടുത്തെ കണിയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഒന്നത്. 2, ആ കാലയളവിലാണ് അടിമപ്പണി ഉണ്ടായിരുന്നത്, അടിമക്കാലം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ 1850കളിൽ ചങ്ങനാശ്ശേരിയിൽ അടിമ കമ്പോളം ഉണ്ടായിരുന്നു, അടിമ ചന്ത ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു വിനിൽ എന്ന് പറയുന്നതിനാണ് പുസ്തകം വായിച്ച് ഞെട്ടിപ്പോയി. ഒരു 150 വർഷം മുമ്പത്തെ കഥയാന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അടിമകളെ കപ്പലിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലരെയും യൂറോപ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെ യൂറോപ്പിലേക്ക് വന്ന ആളുകൾ പലരും പിന്നീട് കാലം മാറിയപ്പം അവിടെ അങ്ങ് തുടർന്നു. അങ്ങനെയാണ് ഈ കറുത്ത വർഗ്ഗക്കാർ അവിടെ വരുന്നത്. അമേരിക്കയിലൊക്കെ ആണല്ലോ കറുത്ത വർഗ്ഗക്കാർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും, അവരുടെ ഭാഗമായിരുന്നു. പക്ഷേ ബ്രിട്ടനിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അമേരിക്ക അടിസ്ഥാനപരമായ ഒരു കുടിയേറ്റ രാജ്യമാണ്, അങ്ങോട്ട് പോയതാണല്ലോ എല്ലാവരും തന്നെ. പക്ഷേ ബ്രിട്ടൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവിടെ കുറവായിരുന്നു. പിന്നീട് ഈ കോമൺവെൽത്ത് സംവിധാനം വന്നതോടുകൂടിയാണ് പാകിസ്ഥാനിൽ നിന്നും, ഇന്ത്യ വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ എത്തി. പിന്നീട് അടുത്ത ഘട്ടത്തിൽ ആ ഒരു ശ്രേണിയിൽപ്പെട്ടതാണ് ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ അഭയാർത്ഥികളായി വരുന്നവരുണ്ട്. കൂടാതെ അനധികൃതമായി എത്തുന്നവരുണ്ട്. അതായത് ഇവര് കപ്പൽ കയറിയും കാട് കയറി, ഇപ്പം കാട്ടിലൂടെ കയറി കപ്പൽ കയറി അവിടെ വന്ന് വള്ളം കയറി അങ്ങെത്തും. ഒരു ദിവസവും നിരവധി സ്മോൾ ബോട്ടുകളാണ് എത്തുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഗ്രീസിൽ പല ബോട്ടുകൾ മുങ്ങിപ്പോയി. അല്ല, അതായത് ഗ്രീസും ഫ്രാൻസും ഇതിന്റെ ഒരു സെന്ററാണ്, ഹബ്ബാണ്. ഗ്രീസ് എന്ന് പറയുന്നത് ഈ ഏഷ്യയിൽ നിന്നും എത്തപ്പെടാൻ പറ്റുന്ന, ആഫ്രിക്കയിൽ നിന്ന് എത്തപ്പെടാൻ പറ്റുന്ന ഒരുപാട് ദ്വീപുകളുണ്ട്. അവർക്കറിയാം അവിടെ ആരും തങ്ങത്തില്ലെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ വലിയ കുഴപ്പമാക്കത്തില്ല, അവരായിക്കോട്ടെ നോക്കി. ഇതിന് അവിടെ നിന്നുള്ള യാത്രയാണ്, ഈ യാത്രയാണ് അപകടത്തിൽ ചെറിയ ദുരന്തങ്ങളാവുന്നത്. അതുപോലെ ഫ്രാൻസിൽ കലായിസ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, ബ്രിട്ടനോട് ചേർന്നാണ്. ഇവർ എത്തപ്പെടുന്ന ഫൈനൽ ഡെസ്റ്റിനേഷനും മുമ്പുള്ള ഡെസ്റ്റിനേഷനും കാലായിസാണ്.
അവിടെ മുഴുവൻ ഇവരെ ആൾക്കാരാണ്. അവിടുന്ന് ലോറി കയറി പോരും, അവിടുന്ന് ബോട്ടെ കയറി പോരും, ഇങ്ങനെയൊക്കെയാണ്. ഇത് ഒരു പരിധി വരെ തടയാൻ പറ്റുന്നുള്ളൂ. കാരണം മനുഷ്യാവകാശങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മുങ്ങി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ എൻ്റെ പാസ്പോർട്ട് ഞാൻ അതിനു മുമ്പ് കളയും. പാസ്പോർട്ടുകൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാണ് ഞാനൊരു എവിടെ നിന്ന് വരുന്നത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാൻ ഏത് രാജ്യക്കാരനാണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എന്നെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റുമോ? എന്നെ ഡിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണ്, കേരളത്തിൽ നിന്നാണ്, എന്നെ ഇങ്ങോട്ട് വിടാം. പാസ്പോർട്ടും ഇല്ല. ഞാൻ മലയാളത്തിൽ ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാടാ, ഇപ്പൊ മലയാളത്തിലൊക്കെ ആളെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ മലയാളം പറയരുത്, ഇംഗ്ലീഷും പറയും, ഇന്നിപ്പോ നമ്മൾ ഭാഷയെ പറയരുത്, മലാകുലാകെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവന്മാരെ കൊണ്ടും ഏത് രാജ്യമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വന്നാലും പാസ്പോർട്ടില്ലാതൊക്കെ പ്രയാസം കുറച്ച് കരാറൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്നവരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വശത്ത്. മറുവശത്ത് സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരെ, IT മേഖലയിലുള്ള ബിസിനസ് കൺസൾട്ടൻസ്, ഇങ്ങനെ അത് വലിയ തോതിലുണ്ടായത്. ഇപ്പം നമ്മുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ വർക്കലയാണ് അതിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഈ ലണ്ടൻ മലയാളി എന്ന് പറഞ്ഞാൽ ഈഴവരായിരുന്നു. ഈ അടുത്ത കാലം 20 കൊല്ലം മുമ്പ് വരെ ഈഴവ കമ്മ്യൂണിറ്റി പെട്ടവർക്കായിരുന്നു ലണ്ടൻ മലയാളികളുടെ ആസ്ഥാനം. അതെ, അവരാണ് അതിന്റെ നിയന്ത്രണം. ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അവർ ലണ്ടനിൽ താമസിക്കുന്ന. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ 2 തരത്തിലാണ് അവരെത്തപ്പെട്ടത്. ഒന്ന് സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു ഇവർ പലരും. അതെ, ശ്രീലങ്ക, സിംഗപ്പൂര്, പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്നു, നമ്മുടെ ഉഗാണ്ടയിലൊക്കെ. അവിടെയൊക്കെ ഉഗാണ്ട ഇടി അമീൻ മനുഷ്യരെ തിന്നാൻ തുടങ്ങിയപ്പം ഈ കോളനി രാജ്യങ്ങളിൽ നിന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. സിംഗപ്പൂരിലുള്ളവർക്ക് പ്രത്യേക അവകാശം ഉണ്ടായിരുന്നു ഈ അവിടെ ബ്രിട്ടീഷുകാരുടെ കോളനി എന്ന നിലയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ആളുകളാണ്. ഇപ്പൊ പോർച്ചുഗീസ് പ്രവിശ്യകൾ ഇവിടുത്തെ, അവിടെ പോർച്ചുഗീസ് പൗരത്വത്തിന്റെ അവകാശം ഉണ്ടായിരുന്നു, അവർ ഇംഗ്ലണ്ടിലേക്ക് ചാടും. ഇങ്ങനെയൊക്കെയുള്ള അവരായിരുന്നു ലണ്ടനിലെ മലയാളികൾ. അത് ചെറിയൊരു വിഭാഗമായിരുന്നു, ഭയങ്കര ഗമയിൽ ജീവിച്ചിരുന്നത്. പക്ഷേ 97-ൽ നമ്മുടെ ടോണി ബ്ലെയർ അധികാരത്തിൽ വന്നപ്പോൾ ആണ് ആദ്യമായി ഇമിഗ്രൻസിന് തുറന്നു കൊടുക്കുന്നത്. 3 തരത്തിൽ ഇമിഗ്രൻസിന്. ഒന്ന് നേഴ്സുമാർ, NHSലെ നേഴ്സുമാരെത്തി IT മേഖല തുറന്നു കൊടുത്തു. കൂടാതെ സ്റ്റുഡൻറ് വിസ, യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റുഡൻറ് വിസ. ഇങ്ങനെയാണ് അന്ന് സ്റ്റുഡൻറ് വിസയെ പോയി മിക്കവരും അവിടുത്തെ ബിസിനസ്സുകാരെ. ഇപ്പോൾ ഈ 1997 മുതൽ 2008 വരെ പോയവർ. അത് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പോയി, മലയാളികൾ. ഇപ്പം ഞാനൊക്കെ ആ സമയത്ത് UK ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ ആഷ്ഫോർഡ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരിക്കുന്ന ഒരു MP ഉണ്ട്, മലയാളി, ആദ്യമായിട്ട് മലയാളി, സോജൻ എന്ന് പറയുന്നത്. ഈ സോജൻ കൈപ്പഴക്കാരനാണ്, കോട്ടയം. സോജൻ മറ്റേതിപ്പോൾ ഞാൻ പറഞ്ഞ പണ്ട് മുതലേ പോയവരുടെ മക്കളും പരമ്പരയാണ്. സോജൻ നേഴ്സാണ്. സോജൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞാൽ ഡെറാഡൂണിലോ ഡാർജിലിംഗിലോ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് അയാൾ ഈ കാലഘട്ടത്തിൽ ആദ്യം തന്നെ 97 മുതൽ ആരംഭിച്ചപ്പോൾ ഈ നേഴ്സുമാർ കൂടുതൽ ഘട്ടം 98, 2001 UK പോയതാണ്. അവിടെ പോയി നേഴ്സായിട്ട് ജോലി ചെയ്തു, നല്ലതായിട്ട് ഉയർന്നു വന്നു. അപ്പോൾ അയാൾ അത്യാവശ്യം സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങി. പലരും ചെയ്യാറുണ്ട്. നമ്മളീ പലരും സാമൂഹിക പ്രവർത്തനം നടത്തുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾ പക്ഷേ പക്ക രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഒരുപാട് പേര് ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് മലയാളികൾ. അങ്ങനെ അയാൾ ഇപ്പോൾ MP ആയി. ചരിത്ര സംഭവം. അതായത് ഈ 30 വർഷമായി അവിടുത്തെ MP ഡാമിയൻ ഗ്രീൻ എന്ന് പറഞ്ഞൊരു മുതിർന്ന കൺസർവേറ്റീവ് നേതാവ്, പ്രധാനമന്ത്രി ആയിരുന്നു. അയാള് വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, വലിയ പ്രാധാന്യമുള്ള മനുഷ്യനാണ്. പക്ഷെ അയാളെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നത്. അതുപോട്ടെ ഏതാണ്ട് 120 വർഷത്തിൽ മുമ്പാണ്, 1800 സംതിങ്ങിലാണ് ഇത് പുതിയ മണ്ഡലമായി മാറുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് അവിടെ ഒരു കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥി തോക്കുന്നത്. അത് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലേബർ പാർട്ടി കുറച്ചുകൂടെ ലെഫ്റ്റ് വിങ് ആണ്, തൊഴിലാളികളുടെയും കുടിയേറ്റക്കാരുടെയും ഒക്കെ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടി കുറച്ചുകൂടെ പേരിൽ തന്നെ കൺസർവേറ്റീവ് ആണ്. ആ കൺസർവേറ്റീവ് പാർട്ടിയാണ് വെള്ളക്കാരുടെ പാർട്ടി. അപ്പൊ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു കോട്ടകളുണ്ട്. അതായത് ഈ ബ്രിട്ടീഷ് ഗ്രാമങ്ങളൊന്നും ഒരിക്കലും ലേബറിന് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതെല്ലാം തകർന്നടിഞ്ഞു എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വലിയ മുന്നേറ്റം. എനിക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യം ജനസംഖ്യയാണ്. ഇന്ത്യ പോലുള്ള രാജ്യം അപേക്ഷിച്ച് 6 കോടി എങ്ങാണ്ട് അവിടെ ജനസംഖ്യ. പക്ഷെ 600 MP-മാരുണ്ട്. അപ്പൊ എങ്ങനെ അവിടുത്തെ പ്രചരണ രീതിക്ക് എങ്ങനെയാണ് ഈ ജനങ്ങൾക്കിടയിലേക്ക്? ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സോജൻ സോജൻ ആകപ്പാടെ കിട്ടിയിരിക്കുന്നത് 13,500 വോട്ടാണ്. 13,500 നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ലക്ഷങ്ങളാണ് ഭൂരിപക്ഷം. 30 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലങ്ങളുണ്ട് ഇന്ത്യയിൽ. ഒരു പാർലമെന്റിൽ, UP-യിലൊക്കെ ഒരു പാർലമെന്റിൽ 30 ലക്ഷം ആളുകൾ. മധ്യപ്രദേശിൽ പല തവണ ജയിച്ചത് 8 ലക്ഷം 10 ലക്ഷം 10 ലക്ഷത്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നോക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവിടെ ആ പാടെ 6.5 കോടി ജനങ്ങളേ ഉള്ളൂ. കേരളത്തിന്റെ ഇരട്ടി ജനങ്ങളേ ഉള്ളൂ. 650 മണ്ഡലങ്ങൾ. 650, 1 ലക്ഷത്തിന് 1 എന്ന കണക്ക്. പക്ഷേ
80,000 ഒക്കെ പലപ്പോഴും 70,000 80,000 ഒക്കെ ഉള്ളൂ വോട്ടേഴ്സ് വരുന്നത്. ഇതിൽ തന്നെ 60% 55% ഒക്കെ പോളിംഗ് ഉള്ളൂ. അതായത് ഈ 80,000 ഒരു 50,000 പേരും ഒരു വോട്ട് ചെയ്യത്തില്ല. അങ്ങനെയുണ്ട്. അതും എങ്ങനെയാണ്? ഈ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഈ പോളിംഗ് സ്റ്റേഷൻ രാവിലെ വെളുപ്പിന് 6 മണി മുതൽ രാത്രി 10 മണി വരെ തുറന്നു നോക്കും. ആർക്കും വന്ന് വോട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ആരെങ്കിലും വന്നോ എന്ന് കാത്തിരിക്കും. ഇവരെന്നെ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ മുതൽ തന്നെ വോട്ടിംഗ് തുടങ്ങും. ഓൺലൈൻ വഴി വോട്ട് ചെയ്യാം, ഒപ്പം ടെലിഫോൺ വഴി. അപ്പോൾ ഓൺലൈൻ വഴി വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വോട്ടവകാശം ഉണ്ട് അവിടെ ഇപ്പോഴും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടനിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പൗരത്വം വേണ്ട. നിങ്ങൾ കോമൺവെൽത്ത് പൗരനാണെങ്കിൽ, ഏതെങ്കിലും കോമൺവെൽത്ത് രാജ്യത്തിൽ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിയമപരമായ വിസ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുന്നത് പഠിക്കാൻ പോകുന്ന പിള്ളേരെ അവർക്ക് വോട്ട് ചെയ്യാം. പലർക്കും ഇത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു അഡീഷണൽ പറയുകയാണ്. ഈ മലയാളികളെ എല്ലാം കൂടെ ഒന്ന് കൃത്യമായി ലോബിങ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ഷനെ പോലും ബാധിക്കാൻ പറ്റും. കാരണം ഒരു മണ്ഡലത്തിൽ 1000 പേരൊക്കെ ഉണ്ട് മലയാളികൾ കുറഞ്ഞത്. അവിടെ പലയിടത്തും മേയറൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വോട്ടവകാശമുണ്ട്. അപ്പം ഓൺലൈൻ വഴി വോട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണം, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ എനിക്ക് വേണം ഓൺലൈൻ വഴി നേരത്തെ മേടിച്ച് പൂരിപ്പിച്ച് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ടെലിഫോൺ വഴി വോട്ട് ചെയ്യാം. ഇതല്ലാത്തവന് മതി. എന്നിട്ടാണ് ഈ 55-60% വോട്ടാവത്തുള്ളൂ. എന്നിട്ട് ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വോട്ട് അട്ടിമറിക്കാനാണ് വളരെ എളുപ്പമാണ്. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ ഇപ്പം എനിക്ക് അവിടെ ഒരു വീടുണ്ടെന്ന് കരുതുക. ഞാൻ രാജ്മോഹൻ്റെയും ദിലീപിൻ്റെ ഒരു 10 പേരുടെ പേര് എൻ്റെ അഡ്രസ്സിൽ ചേർത്ത് കൊടുത്താൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരും. പരിശോധന ഒന്നുമില്ല. പിന്നെ വോട്ടിംഗ് കാർഡ് വരും. എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ എത്തിച്ചോ അല്ലെങ്കിൽ ഓൺലൈനിൽ ചേർത്ത് ചെയ്യാൻ പറ്റും. അത് വെച്ചാൽ ഈ ബ്രിട്ടന്റെ പ്രത്യേകത അവിടെ ഒരു വിശ്വാസതയും മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അവിടെ ഭരണഘടനയില്ലല്ലോ എഴുതിയത്, ബ്രിട്ടൻ ഭരണഘടനയില്ല. അവിടെ കീഴ്വഴക്കങ്ങൾ. ഈ വിശ്വാസ്യത ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് പക്ഷേ നമ്മൾ കുടിയേറ്റക്കാർക്കില്ല. അവരിത് ചൂഷണം ചെയ്യുന്നുണ്ട്. ലേബർ പാർട്ടിയുടെ വിജയത്തിന്റെ ഒരു കാരണം ഞാൻ കരുതുന്നത് ഈ പറയുന്ന ലേബർ പാർട്ടി കുറച്ചുകൂടെ ക്രൂക്കഡാണ്. കൺസർവേറ്റീവ് ഇപ്പോഴും കൺസർവേറ്റീവ് തന്നെയാണ്. പക്ഷെ അത് ഇത്തരത്തിൽ കാരണം മാത്രമല്ല, ഇപ്പൊ അവർക്ക് പറ്റി ഒരുപാട് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു. അപ്പൊ അവിടെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തായിരുന്നു അവിടെ ഉണ്ടായത് 2 മാസം. ഞാൻ ഒരിടത്ത് പോലും ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല. ഞാൻ പലയിടങ്ങളിലും പോയി, സമ്മേളനങ്ങളൊന്നുമില്ല. ഒരു സമ്മേളനങ്ങൾ കണ്ടിട്ടില്ല, ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല, ഒരു മൈക്ക് അനൗൺസ്മെന്റ് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അവിടെ ലീഫ്ലെറ്റുകൾ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. അതും ലിമിറ്റഡ് ആണ്. ഒരു തവണ ഒരു ലീഫ്ലെറ്റ് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. അതാണ് ചെയ്യുന്ന ഒരു പരിപാടി. പിന്നെ ലോക്കൽ പത്രങ്ങളിലും വാർത്തകൾ കൊടുക്കും. ഈ ചാനലുകൾ നന്നായി ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ജനങ്ങൾ അവെയറാണ്. യാതൊരു വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും ഇല്ല. സ്ഥാനാർത്ഥികൾക്ക് പാർട്ടിക്ക് പൈസ ചെലവേ ഇല്ല. സ്ഥാനാർത്ഥിയായി കിട്ടിയാൽ അവിടെ ജയിച്ച നമ്മൾ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാനമാണ് നമുക്ക് ഇവിടെ നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയായി. അതെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇലക്ഷൻ കഴിയുന്നു. ഇലക്ഷൻ ഞാൻ ഈ പറഞ്ഞ മാതിരി നടത്തുന്നു. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതെ, അതായത് സുനക്കിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതാണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് രണ്ടാമത്തെ വലിയ കമ്മ്യൂണിറ്റി, 6%. ഹിന്ദു കമ്മ്യൂണിറ്റി അതിന് താഴെയാണ്. ഏതാണ്ട് 90% ബ്രിട്ടനിൽ വെള്ളക്കാരാണ്. ഇതൊരു 90%. അവിടെ കാത്തലിക്സ് ആണോ പ്രൊട്ടസ്റ്റന്റ്സ് ആണോ കൂടുതൽ? പ്രൊട്ടസ്റ്റന്റ്സ് ആണ്. അപ്പം അതേസമയം ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ 50%-ലധികം കുടിയേറ്റക്കാരാണ്. മതം എന്ന് ഞാൻ പറഞ്ഞ വെള്ളക്കാരെന്ന് പറയുമ്പോൾ മതത്തിന്റെ കാര്യമാണ്. ഇവരാണ്. അപ്പം ഈ പലയിടങ്ങളിലും ഇപ്പം ബ്രാഡ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലം പലയിടങ്ങളിലും മറ്റ് ഈ കുടിയേറ്റക്കാർക്ക് മുൻതൂക്കമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ചിലയിടങ്ങളിലൊക്കെ വളരെ പ്രബലമാണ്. അപ്പം ഇവരെല്ലാം പരമ്പരാഗതമായി ലേബർ പാർട്ടിക്കൊപ്പമാണ്. അതേസമയം വെള്ളക്കാരുണ്ടാവും. വെള്ളക്കാരില്ലാതെ ഒരിക്കലും ബ്രിട്ടനില്ലല്ലോ. വെള്ളക്കാരാണ് പൊതുവെ കൺസർവേറ്റീവ്. ഇപ്പം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കുടിയേറ്റക്കാരും വെള്ളക്കാരിൽ കൺസർവേറ്റീവ്. അങ്ങനെയാണ് നമ്മുടെ ഋഷി സുനക് വെള്ളക്കാരനല്ലല്ലോ. അതെ. അപ്പൊ ഒരു പ്രോബ്ലം എന്നാ വെച്ചാൽ ഋഷി സുനക് പ്രഗത്ഭനും മിടുക്കനും ആയതുകൊണ്ട് പെട്ടെന്ന് അയാൾ അധികം രാഷ്ട്രീയ തിരക്കിട്ട് 10 വർഷമായിട്ടുള്ളൂ. അയാൾ ആദ്യം MP ആയി. അപ്പം തന്നെ അയാൾക്ക് എന്തോ ഒരു മന്ത്രി പദവി കിട്ടി. രണ്ടാമത് പിന്നെ അവിടെ നമ്മൾ ഈ പാർട്ടി ഇപ്പം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നു. ഡേവിഡ് കാമറോണിന്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വരുന്നത്. 2000 ആ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്ന് അയാൾ 2ാം തവണ വന്നപ്പോൾ, ആദ്യം വന്നു 2ാം തവണ വന്നപ്പോൾ ഇങ്ങനെ ബ്രെക്സിറ്റ് റഫറണ്ടം ആരംഭിക്കുന്നു.
ബ്രെക്സിറ്റ് വേണമെന്നൊരു വാദം ഉന്നയിക്കുന്നു, യൂറോപ്യൻ യൂണിയൻ വേണമെന്നാണ്. പക്ഷേ ഇദ്ദേഹം എതിരായിരുന്നു, യൂറോപ്യൻ യൂണിയനൊപ്പം നിൽക്കണമെന്നുള്ളത്. ലേബർ പാർട്ടിയും എതിരായിരുന്നു. അതായത് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയും ഇതിനെതിരായിരുന്നു, ലിബറൽ ഡെമോക്രാറ്റുകളും എതിരായിരുന്നു. പക്ഷേ ഈ കൺസർവേറ്റീവ് പാർട്ടിയിലെ ഒരു വിമത നേതാവായിരുന്ന ബോറിസ് ജോൺസൺ, അയാളൊരു ടെലിഗ്രാഫിലെ കോളമിസ്റ്റൊക്കെയാണ്, പഴയ പത്രപ്രവർത്തകനായിരുന്നു, ലണ്ടൻ മേയറായിരുന്നു. അപ്പം അയാൾ ഇതിന് ക്യാമ്പയിനുമായി രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ ജനവികാരം ഉണ്ടാകുന്നു. സർക്കാർ റഫറൻഡം പ്രഖ്യാപിക്കുന്നു. റഫറൻഡത്തിൽ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് 2% കൂടുതൽ ആളുകൾ യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന് തീരുമാനിക്കുന്നു. അപ്പം ഋഷി സുനക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു. നമ്മുടെ നാട്ടിലാണ് ഒരിക്കലും ഇല്ല. അയാൾ പിന്തുണച്ച ഒരു ആശയം തോറ്റതിന്റെ പേരിൽ അയാൾ രാജിവെക്കുന്നു. പകരം തെരേസ മെയ് പ്രധാനമന്ത്രി. തെരേസ മെയ് ഇയാളുടെ വലങ്കൈയാണ്, ഹോം സെക്രട്ടറിയാണ്. തെരേസ മെയ് ഒരു പരീക്ഷണം എന്ന നിലയിൽ കുറച്ച് കഴിയുമ്പോൾ സർക്കാർ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുന്നു. പക്ഷെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞു. പക്ഷെ അവർ ലിബറൽ ഡെമോക്രാറ്റ്സിനോട് ചേർത്താണ്, ലിബറൽ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞ പാർട്ടിയോടും ചേർന്നാണ് സർക്കാർ ഉണ്ടാക്കി ഭരിക്കുന്നത്. 2ാം തവണ ഡേവിഡ് കാമറോണും അങ്ങനെയായിരുന്നു. അങ്ങനെ സർക്കാർ ഉണ്ടാക്കി ഭരിക്കുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ബോറിസ് ജോൺസൺ ബഹളം ഉണ്ടാക്കുന്നു. ബോറിസ് ജോൺസനെ നേതാവായി തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിൽ 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ന്യായമായ ഭൂരിപക്ഷം 325 കേവല ഭൂരിപക്ഷം, 365 സീറ്റ് നേടി. അങ്ങനെ 365 സീറ്റിൽ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയാവുന്നു. ഈ സമയത്ത് ഇയാൾ ഈ ക്യാമ്പയിൻ നടത്തിയല്ലോ, ബ്രെക്സിറ്റ് ക്യാമ്പയിൻ നടത്തി. ഈ ബ്രെക്സിറ്റ് ക്യാമ്പയിന് ഇയാൾ ഒപ്പം നിന്ന പ്രധാനപ്പെട്ട ആളായിരുന്നു നമ്മുടെ ഋഷി സുനക്. അപ്പൊ സുനക് മിടുക്കനാണ്, സാമ്പത്തിക വിദഗ്ധനാണ്, പയ്യനാണ്. അതുകൊണ്ട് സുനക്കിന് ഇഷ്ടം പോലെ കാശുണ്ട്, വ്യവസായിയാണ്. ഭാര്യ അറിയാമല്ലോ, നാരായണമൂർത്തിയുടെയും സുധാമൂർത്തിയുടെയും മകളാണ്. അപ്പം ഇയാളെ ചാൻസലർ ആക്കുന്നു. ചാൻസലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 2ാമത്തെ വലിയ പദവി. അതായത് നമ്മുടെ ധനകാര്യമന്ത്രി വേണം പറയാം, പക്ഷെ അതിനപ്പുറത്തേക്ക് ചാൻസലർ എന്ന് പറഞ്ഞ വലിയൊരു പദവിയാണ്. ചാൻസലർമാരാണ് പൊതുവെ 2ാമത് പ്രധാനമന്ത്രിമാരാകുന്നത്. ചാൻസലറാക്കി ഇയാൾ ഒരുവിധം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ആ കുഴപ്പമില്ലാതെ ഇയാൾ മുമ്പോട്ട് പോകുന്നതിന് ഇടയിൽ ഇയാൾക്ക് പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹം ഉണ്ടാവുന്നു. കാരണം ഈ കോവിഡിനെ ശരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ നിർണായക ഘടകമായത് ഇയാളാണ്, നമ്മുടെ ഋഷി സുനക്. അപ്പം ഇങ്ങനെ കലാപം ഉണ്ടാക്കുന്നു. അപ്പം ഇങ്ങേർക്കെതിരെ ഒരു വികാരം ഉണ്ടായി. ഇങ്ങേര് നമ്മുടെ ബോറിസ് ജോൺസന്റെ പിന്നിൽ നിന്ന് കുത്തി എന്നൊരു വികാരം ഉണ്ടായി, സ്വാഭാവികം. എന്നിട്ട് ഇലക്ഷൻ നടക്കുന്നു. പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കണമല്ലോ. അവരുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ്, അവർ ആദ്യം ആളുകൾ MP-മാരെ കൂടുതൽ പേരെ തിരഞ്ഞെടുക്കുന്നത് 2 പേരെ ഇട്ടിട്ട്. അപ്പൊ ഈ 2 പേരെ തിരഞ്ഞെടുത്ത് ലിസ്ട്രസിനെ ഇയാളെയാണ്. ഇവർ 2 പേരും മത്സരിക്കുന്നു. അപ്പം ജനപിന്തുണയുള്ളതും MP-മാരുടെ പിന്തുണയൊക്കെ ഉള്ളത് ഋഷി സുനകിനാണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ലിസ്ട്രസ് ആയി. പക്ഷെ ലിസ്ട്രസിനെ കഴകത്തില്ല. അവരാകെപ്പാട് ചെയ്ത പണി എന്ന് പറയുന്നത് എലിസബത്ത് രാജ്ഞിയെ ശവടക്കം നടത്തി. അപ്പോഴാണ് മരിച്ചത്. അത് കഴിഞ്ഞ് അവർ ചെയ്ത് എല്ലാം പാളിപ്പോയി, രാജ്യം കൈവിട്ടു പോകുന്ന അവസ്ഥയായി. അവർ രാജിവെക്കുന്നു. അപ്പൊ പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നിയമം അനുസരിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പ് 2 കൊല്ലം കഴിയാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല അവരുടെ. അപ്പൊ സ്വാഭാവികമായും 2ാമനായ ഋഷി സുനക് കസേരയിലെത്തുന്നു. ഋഷി ഭരിക്കുന്നു, തരക്കേടില്ലാതെ ഭരിച്ചു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്തി. പക്ഷേ എപ്പോഴും ഋഷിയാണ്, ഹിന്ദുവാണ്, ഇന്ത്യൻ വംശജനാണ്, കുടിയേറ്റക്കാരനാണ്. ഇത് ഭൂരിപക്ഷം വരുന്ന വെള്ളക്കാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. മറുഭാഗത്ത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇവർ ഭയങ്കര ചിരി കാണിക്കും, ഭയങ്കര കെട്ടിപ്പിടിക്കും. ഉള്ളുകൊണ്ട് ഇവർക്ക് ഒരു പുച്ഛമാണ്. ഞങ്ങൾ അടക്കി ഭരിച്ചിരുന്ന അങ്ങനെ മൊത്തത്തിൽ. അല്ലെങ്കിൽ അവർക്കൊരു സൂപ്പർ കോംപ്ലക്സ് ഉണ്ടല്ലോ. അവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് കാണലും ഭൂരിപക്ഷം പേർക്കും ഉള്ളിൽ വംശീയതയുള്ളവരാണ്. വെളി നിയമശക്തമായതുകൊണ്ടും പൊളിറ്റിക്കലി കറക്റ്റ് ആവുകൊണ്ടും ചെയ്തിരുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പം ഈവൻ ഋഷി സുനക് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായി വോട്ടെടുപ്പിലൂടെ ആണെങ്കിൽ ജയിക്കത്തില്ല. ഇതാ 2ാമത് വന്നതിൽ കയറി പോയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് സുനക് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സ്വാഭാവികമായും സുനക്കിന്റെ മുമ്പിൽ തോൽവിയേ ഉള്ളൂ. കാരണം വെള്ളക്കാർ വോട്ട് ചെയ്യാൻ വളരെ കുറച്ച് പേര് വോട്ട് ചെയ്യൂ. അവർ വേണമെങ്കിൽ MP ആയിട്ട് സോജനെ ജയിപ്പിച്ചല്ലോ. ആഫ്രിക്കൻ വംശജരും ഇന്ത്യൻ വംശജരും ഒക്കെ ജയിക്കുന്നുണ്ട്. സോജൻ വെള്ളക്കാരുടെ ഇടയിൽ ജയിച്ച ആളാണ്, മറ്റേ ഉള്ള സാധനങ്ങൾ ജയിച്ച ആളാണ്. അതൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും അവരെ ഭരിക്കാനായിട്ടുള്ള വലിയ നേതാവായിട്ട് തിരഞ്ഞെടുക്കത്തില്ല. ഇതൊരു വശം. 2ാമത്തെ വശം എന്ന് പറയുന്നത് 14 കൊല്ലം ഭരിച്ചില്ലേ ഇവര്. ഈ 14 കൊല്ലം ഭരണം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 97 ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ കൺസർവേറ്റീവ് ഭരണമായിരുന്നു. ജോൺ മേജർ, മാർഗരറ്റ് താച്ചറൊക്കെ ഭരിച്ചിരുന്നത്. അതും ഇതുമാതിരി വലിയൊരു ജനവികാരം ഉണ്ടായിട്ടാണ് അന്ന് 179 സീറ്റിന്റെ ഭൂരിപക്ഷമാണ്
ലേബർ പാർട്ടിക്ക് കിട്ടിയത് 179. ഇത്തവണ ഇല്ല, അത്ര ഇല്ല, 170 ആവത്തുള്ളൂ. അപ്പൊ ഇത് സ്വാഭാവികമായി സംഭവിക്കും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലേബർ പാർട്ടിയിൽ കുറേ കാലമായ പ്രശ്നങ്ങളായിരുന്നു, ഉൾപാർട്ടി പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ തുടർച്ചയായിട്ട് ലേബർ പാർട്ടി ആർക്ക് വോട്ട് ചെയ്യാൻ വ്യത്യസ്ത അടിയും ബഹളമായിരുന്നു. അവസാനം ജെറമി കോർബിൻ എന്ന് പറയുന്ന ഒരു പക്കാ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു നമ്മുടെ ഇങ്ങനെ താടിയൊക്കെ വെച്ച് സാധാരണ ബ്രിട്ടീഷുകാരെ പോലല്ല, സാധാരണ ഉടുപ്പൊക്കെ ഇട്ട് കോട്ടൊന്നും ഇടാൻ നടക്കുന്ന ഒരു സാധാരണ ഒരു പക്ക നമ്മുടെ എന്താ പറയുക, നമ്മുടെ പഴയ തൊഴിലാളി യൂണിയൻ നേതാവാണ്. അതെ, പണ്ടത്തെ ആള്. അയാൾ ആ പാർട്ടിയുടെ നേതാവായി. എന്നിട്ട് പുള്ളി കംപ്ലീറ്റ്ലി ലെഫ്റ്റാക്കി, ഇടതാക്കി, നയങ്ങൾ മുഴുവൻ ഇടതാക്കി. പുള്ളി കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് നയങ്ങളാക്കി, ഫലസ്തീനെ പിന്തുണച്ചു. മറ്റേ നമ്മുടെ നാട്ടിലെ CPM ചെയ്യുന്ന മാതിരി, പിണറായി ചെയ്യുന്ന മാതിരി അല്ല, ഇവിടെ VS ആചാര്യത്തിനെ പോലെ തന്നെ പുള്ളി ഇതിനെ അങ്ങാക്കി. 8 നിലയിൽ പൊട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കാർ വോട്ട് ചെയ്യത്തില്ല. അവസാനം ഇയാളെ പുറത്താക്കി. അവിടെ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. കീർ സ്റ്റേമർ എന്ന് പറയുന്ന ഒരാള് അയാളെ തെരഞ്ഞെടുത്തു. അപ്പം ഇവിടെ അങ്ങനെയാണ് ഈ പാർട്ടി ഈ ഒരു മാറ്റത്തിലേക്ക് വന്നതും. അയാൾ നല്ലൊരു വെള്ളക്കാരൻ്റെ ഒരു ഇതിൽ. അപ്പൊ ഇവർ ഒരു വശത്ത് കീർ സ്റ്റേമർ എന്ന വെള്ളക്കാരൻ വേണോ, മറുവശത്ത് ഋഷി സുനക് എന്ന കുടിയേറ്റക്കാരൻ വേണോ എന്നുള്ള ചോദ്യമാണ് വന്നത്. അല്ല, ഇപ്പൊ പൊതുവെ ഇന്നിപ്പോ ലേബർ പാർട്ടി ഭരിക്കാൻ പോവുകയാണല്ലോ. അപ്പൊ ഇന്നിപ്പോ പല വാർത്തകളും നേരത്തെയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അവിടുത്തെ ഒരു മുസ്ലിം ആധിപത്യമുണ്ട് ചില ഭാഗങ്ങളിൽ, നേരത്തെ അവിടെ നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ. ഇതൊക്കെ വരുമ്പോൾ ബ്രിട്ടനും ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്നൊക്കെ പറഞ്ഞുള്ള സംശയങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ നേരത്തേക്ക് ഉന്നയിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ലേബർ പാർട്ടി ഇതൊക്കെ നേരിടുക? ഇതിനെ നമ്മൾ കാണേണ്ടത്, ഈ ലേബർ പാർട്ടി പൊതുവെ കുടിയേറ്റക്കാരുടെ പാർട്ടിയാണ്, ഒരു ലെഫ്റ്റ് വിങ് പാർട്ടിയാണ്. അപ്പം കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചു റൈറ്റ് വിങ് പാർട്ടി. അപ്പം നമ്മൾ കോൺഗ്രസും BJP പോലെ. ഇപ്പൊ BJP ആണ് കൺസർവേറ്റീവ്, കോൺഗ്രസ് ആണ് ലേബർ പാർട്ടി എന്ന് പറയുന്നതാണ് നല്ലത്. വളരെ കൃത്യമാണത്. അപ്പം അവിടെ മറ്റു പാർട്ടിയുണ്ട്, ലിബറൽ ഡെമോക്രറ്റ്സ്, രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നത്. പക്ഷെ ഇത്തവണ അവർ 71 സീറ്റ് പിടിച്ചു, കുറെ കാലത്തിന് ശേഷമാണ്. നിർണായകമായത് ഒരുപക്ഷെ അവർ സീറ്റ് പിടിച്ചായിരിക്കും. അത് മാത്രമല്ല, നിർണായകമായത് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഒരുപാട് ഘടകങ്ങളുണ്ടായി. വളരെ കൗതുകമുണർത്തുന്ന കാര്യം, നിർണായകമായത് റിഫോംസ് UK എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന് ഒരു മാസം പുതിയ പാർട്ടി. അത് നമ്മളെ വളരെ ചോദിച്ചോണ്ട് പറയാം, മറ്റേ രണ്ടാമത് വരാം. ഈ റിഫോംസ് UK എന്ന് പറയുന്ന പാർട്ടി ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇത്തരം ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം BNP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, ബ്രിട്ടീഷ് നാഷണലിസ്റ്റ് പാർട്ടി. അത് പക്ഷെ ഭയങ്കര വംശീയ പാർട്ടിയാണ്. അതിൽ നല്ല ഗുരുത്തുണ്ട്. പക്ഷെ അവരെല്ലാം ഈ പച്ചയൊക്കെ കുത്തി തലയൊക്കെ മുട്ടയടിച്ച് എന്തോ സ്കിൻ ഹെഡ് എന്ന് പറയുന്ന ടീംസാണ്. ഇവന്മാർ പക്ക ഈ നാസികളാണ്. അവർക്കെതിരെ കേസൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ നൈജൽ ഫറേജ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, TV-യിലൊക്കെ ഭയങ്കര താരമാണ്. നമ്മുടെ ഇവിടെ PC ജോർജിന്റെ ഒരു സ്റ്റൈൽ വരും, TV-യിലൊക്കെ ഭയങ്കര ജനകീയനാണ്. ഇവിടെ ട്രംപിനെയൊക്കെ പോലാണ്. അപ്പം പുള്ളി ഭയങ്കര ജനകീയനാണ്. TV-യിലെ മറ്റേ ഈ ഗെറ്റ് മീ ഔട്ട് ഓഫ് ഇറ്റ്, എന്താണ്, I am a celebrity, ഗെറ്റ് മീ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞൊരു TV പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് നൈജൽ ഫറേജ്. അപ്പൊ ഈ നൈജൽ ഫറേജ് എന്ന് പറയുന്ന ഒരു ജനകീയനായ ഒരു പോപ്പുലിസ്റ്റ് ലീഡറുണ്ട്. പക്ഷെ അങ്ങനെ കുടിയേറ്റക്കാർക്കെതിരെ അല്ല ഇമിഗ്രേഷനെതിരാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനെ, ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെതിരെയുള്ള വികാരം ഉണ്ടായിക്കൊണ്ട് നിങ്ങേരാ ഈ ബ്രെക്സിറ്റ് ഒക്കെ കൊണ്ടുവന്ന്. അങ്ങനെ ഈ ബ്രിട്ടന്റെ എന്ന രീതിയിലാണ് ഇയാളുടെ നിലപാട്. പക്ഷെ വർഗീയതയൊന്നും പറയുന്നില്ല, വംശീയതൊന്നും പറയുന്നില്ല. ഇയാൾ ട്രംപിന്റെ വലിയ സുഹൃത്താണ്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ട്രംപ് അയാളെ വിളിച്ചു വരുത്തി പ്രചരണം നടത്തുക. അവിടെ ബ്രിട്ടനിൽ നിന്ന് ട്രംപിന് വേണ്ടി പ്രസംഗിക്കാൻ പോയ ഏക ആളെയാളാണ്. അവിടെ ഇഷ്ടംപോലെ പഴയ ബ്രിട്ടീഷുകാരുടെ. അപ്പൊ ഈ ഫറേജ് നേരത്തെ UK ഇൻഡിപെൻഡന്റ് പാർട്ടി, UKIP പാർട്ടി ഉണ്ടാക്കിയായിരുന്നു. UKIP പ്രധാനമായും തുടങ്ങിയത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യം സാധിച്ചു. പാർട്ടി വിട്ടു, ഇയാൾ പാർട്ടി വിട്ടു. അപ്പൊ പാർട്ടി വരെ ആൾക്കാർ വന്നു, ഇയാൾ പാർട്ടി വിട്ടു. അതങ്ങ് അപ്രസക്തം. കുറെ ലോക്കൽ കൗൺസിലൊക്കെ ജയിച്ചതായിരുന്നു. ഇപ്പൊ നൈജൽ ഫറേജ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അയാൾ കൃത്യം ഒരു പ്ലാൻ ഇട്ടിട്ട്, തെരഞ്ഞെടുപ്പ് ശരിക്കും 2 മാസം നേരത്തെ ആക്കിയിരുന്നു ഋഷി സുനക്. ഈ 2 വർഷം നേരത്തെ ആക്കാൻ കാരണം തന്നെ ഈ ഫറേജിനെ പേടിച്ചിട്ടാണ്. ഫറേജ് UK റിഫോംസ് എന്നൊരു പാർട്ടി അങ്ങ് തുടങ്ങുന്നു. ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടനെ നവീകരിക്കുക എന്നുള്ളതായിരുന്നു. ഇതിലേക്ക് ഒഴുകി പോകുന്നത് ആരാണ്? കൺസർവേറ്റീവിലെ ആളുകളാണ്. കാരണം ഇത് കൺസർവേറ്റീവ് പാർട്ടി ഒരു വലതുപക്ഷ പാർട്ടിയാണ്. തീവ്ര വലതുപക്ഷ പാർട്ടി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഒഴുക്കുണ്ടാവും. അപ്പോൾ അത് തടയാനാണ് 2 മാസം മുമ്പ് ഇയാൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഈ 2 മാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിലും വലിയായിട്ട് പെർഫോം ചെയ്തേനെ. പക്ഷെ ഇങ്ങേരുടെ ഈ ഒരു പ്രസൻസും ഇതും കൊണ്ട് ഇവര്
വലിയ തോതിൽ വോട്ട് പിടിച്ചു. 4 ജയിച്ചുള്ളൂ. പക്ഷെ 100-ലധികം ഇടത്ത് രണ്ടാമതെത്തി. നിർണായക ശക്തിയായവര് രണ്ടാമതെത്തി. അതായത് ലേബർ പാർട്ടി ജയിച്ച 100-ലധികം സീറ്റിൽ രണ്ടാമതെത്തിയത് ഈ നൈജൽ ഫറേജിന്റെ ഈ പാർട്ടി. കൺസർവേറ്റീവ് 3-ാം സ്ഥാനത്തായി പലയിടങ്ങളിലും. ഇതാണ്. അപ്പൊ നമ്മൾ ഈ ലേബർ പാർട്ടി, നമ്മൾ സോജൻ ഫോർ എക്സാമ്പിൾ, സോജൻ ജയിച്ചത് 2000 വോട്ടിനാണ്. അതെ. അവിടെ ഈ നൈജൽ ഫറേജിന്റെ പാർട്ടി 10000 വോട്ട് പിടിച്ചു. ഈ 10000 വോട്ട് നൈജൽ ഫറേജിന്റെ പാർട്ടി ഇല്ലെങ്കിൽ കൺസർവേറ്റീവ് വോട്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ കൺസർവേറ്റീവ് ഒരുപക്ഷെങ്കിൽ ജയിച്ചെന്ന് പോലും, ജയിച്ചില്ലെങ്കിലും ഇത്രയും ദയനീയമായി തോക്കുമായിരുന്നില്ല. അപ്പൊ നൈജൽ ഫറേജിന്റെ പാർട്ടി ഇത്രയധികം വോട്ട് പിടിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ഒരു ആശയക്കുഴപ്പത്തിനിടയിൽ കയറിപ്പോയ പാർട്ടിയാണ് ലിബറൽ ഡെമോക്രാറ്റ്സ്. അവർക്ക് 71 സീറ്റ് കിട്ടി. ഞാൻ നേരത്തെ ചോദിച്ച ഉത്തരം കിട്ടിയിട്ടില്ല, ഇസ്ലാമിക രാഷ്ട്രമാവുമോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൺസർവേറ്റീവ് പാർട്ടി വെള്ളക്കാരുടെയും ലേബർ പാർട്ടി കുടിയേറ്റക്കാരുടെയും എന്നൊരു തോന്നലുണ്ട്. ഒരു പരിധി വരെ അത് ശരിയുമാണ്. ഇപ്പോഴാണ് മാറ്റം വരുന്നത്. ഇപ്പം മലയാളികളൊക്കെ ഒരുപാട് പേര് കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളുകളാണ്. പക്ഷേ എനിക്കൊന്ന് ബൈജു തിട്ടാലെ കൺസർവേറ്റീവ് പാർട്ടിയാണെന്ന് തോന്നുന്നു, മേയറായിരിക്കുന്നത്, കേംബ്രിഡ്ജ് മേയറായിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, കുടിയേറ്റക്കാർ പരമ്പരാഗതമായി ഭൂരിഭാഗവും ഈ കറുത്ത വർഗ്ഗക്കാരാണെങ്കിലും ശരി, ആഫ്രിക്കൻസ് ആണെങ്കിലും ശരി, ഏഷ്യക്കാരാണെങ്കിലും ശരി, ലേബർ പാർട്ടി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ പാകിസ്ഥാൻകാർ ധാരാളം ഉണ്ടല്ലേ അവിടെ? പാകിസ്ഥാൻകാരാണ് അവിടെ ഏറ്റവും കൂടുതൽ. പാകിസ്ഥാൻ ഇപ്പൊ മേയർ, ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ലേബർ പാർട്ടിയാ, പക്ഷെ പാകിസ്ഥാൻകാരനാ. ആ സമയം കൺസർവേറ്റീവും ഉണ്ട്, പക്ഷെ ഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരും ലേബർ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് UK-യിലെ പലയിടങ്ങളിലും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ലണ്ടനിലെ ചിലയിടങ്ങളിൽ, അല്ലെങ്കിൽ ബ്രാഡ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ആ ബെർമിംഗ്ഹാമിലെ ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്ന എന്താ പറയുന്ന ഒരു ശരീഅത്ത് നിയമമൊക്കെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊന്നും പോലീസിനൊന്നും കയറാൻ സാഹചര്യമില്ല. അത്തരം ചില സാഹചര്യങ്ങളുണ്ട്. വളരെ ഗുരുതരമായ സാഹചര്യമുണ്ട്. ഇവര് അതിശക്തമായ നിലപാടെടുക്കുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വരുമ്പം ഒരു തോന്നലുണ്ടാവാം, ബ്രിട്ടൻ തീർന്നു, കൺസർവേറ്റീവുകൾ തീർന്നു. ഇവൻ എന്തിനേറെ നമ്മുടെ ഡെമോക്രാറ്റുകൾ അമേരിക്ക ജയിച്ചാൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഡെമോക്രാറ്റുകൾ ജയിച്ചാൽ പറയുന്നത് അങ്ങനെ, റിപ്പബ്ലിക്കൻസ് ആണ് എന്താണ് വെള്ളക്കാരെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലേബർ പാർട്ടി ഇത്രയധികം ഭൂരിപക്ഷത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും മേൽക്കൈ ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ വ്യത്യാസമാണ്. ഇത്തവണ മുസ്ലിം വോട്ട് ശരിക്കും ലേബർ പാർട്ടിക്ക് എതിരായിരുന്നു. പക്ഷെ കൺസർവേറ്റീവിനായിരുന്നില്ല, കൺസർവേറ്റീവിന് പോകത്തില്ല. ഇവിടെ എന്താ വെച്ചാൽ, ലേബർ പാർട്ടിയിൽ ഈ നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ പറയാറില്ല, ഈ CPM-നെ സുഡാപ്പികൾ ഹൈജാക്ക് എന്ന് പറയുമ്പോൾ, അതുപോലെ ലേബർ പാർട്ടിയെ ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് ഹൈജാക്ക് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ പല നിലപാടും അവർക്ക് എടുക്കാൻ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ എടുത്തെടുത്താണ് ഈ പാർട്ടി തകർന്നു പോയത്. ഈ ജെറമി കോർബിന്റെ കാലത്ത് കീർ സ്റ്റേമർ എന്ത് ചെയ്തു? അതിനെ എതിർത്തു. ഈ മുസ്ലിം മേൽക്കോയ്മയ്ക്ക് അദ്ദേഹം എതിർ നിലപാടെടുത്തു. അപ്പോഴാണ് ഗതികേടിന് ഇയാൾ ചുമതലയേറ്റപ്പോഴാണ് ഈ ഹമാസ് ഫലസ്തീൻ യുദ്ധം ഉണ്ടാകുന്നത്, ഹമാസ് ഇസ്രായേൽ യുദ്ധം. അപ്പം ബ്രിട്ടൻ പരസ്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ആണല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ലേബർ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഫലസ്തീൻ്റെ ആളുകളാണ്. അപ്പം ഇയാൾ പരസ്യമായി, ജെറമി കോർബിൻ പരസ്യമായി പിന്തുണ ചേരുന്നത് ഫലസ്തീനെയാണ്, അല്ലെ ഹമാസിനെയാണ്. പക്ഷെ ഇയാൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇയാള് പരസ്യമായി തന്നെ, ഈ കീർ സ്റ്റേമർ പരസ്യമായി തന്നെ ഹമാസിനെ തള്ളി പറഞ്ഞു, ഇസ്രായേലിന് പിന്തുണ കൊടുത്തു. അപ്പൊ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയൊരു കലാപം, വീണ്ടും കലാപം ഉണ്ടായി. ആരെതിർത്തു? മുസ്ലിം സംവിധാനങ്ങൾ എതിർത്തു. ഇവരിൽ പലരെയും പുറത്താക്കി. അതായത് ഹമാസിന് ഒരു സ്ഥാനാർത്ഥി, ഒരു മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഹമാസിന്റെ ആക്രമണങ്ങളെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തതിന് പുറത്ത് ഇയാളെ സ്ഥാനാർത്ഥിയായിട്ട് മാറ്റി കൊടുത്തു. അതുപോലെ ഇയാൾ പല സ്ഥാനാർത്ഥികളെ അയാൾ താക്കീത് ചെയ്തു, പലരെ മാറ്റി നിർത്തി. ഈ ആന്റിസെമിറ്റിസം, ജൂത വിരുദ്ധ വികാരമുള്ളവരെയൊക്കെ അയാൾ ഒഴിവാക്കി. അപ്പോഴത്തേക്കും ഈ ലേബർ പാർട്ടിക്കകത്ത് ഈ മുസ്ലിം വോട്ട് ബാങ്ക് എതിരായി. പക്ഷെ അവരിവിടെ പോകും കൺസർവേറ്റീവിനെ പിന്തുണയ്ക്കാൻ പറ്റുമോ? കൺസർവേറ്റീവ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇസ്രായേലിനെ പക്കാ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്. ലിബറൽ ഡെമോക്രാറ്റ്സും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടൊന്നുമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ലേബർ പാർട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടി ഇവർ ഈ ലേബറിലെ സ്വാധീനമുള്ള, മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി, മുസ്ലിം സ്ഥാനാർത്ഥികൾ, സ്വന്തം സ്ഥാനാർത്ഥികൾ ഇതിന് നേതൃത്വം കൊടുത്താരാ? അപ്പൊ ഇതിന്
ഇതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്ത ജെറമി കോർബിൻ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ബോറിസ് ജോൺസൺ ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവേണ്ട ജെറമി കോർബിനെയും പുറത്താക്കി ഈ ലേബർ പാർട്ടി. കാരണം ജെറമി കോർബിൻ ഈ വിഭാഗീയതയുടെ ആളായി മാറി. ജെറമി കോർബിൻ ഇവരെയെല്ലാം സംഘടിപ്പിച്ച് നിർത്തി. അതുപോലെ തന്നെ ജോർജ് ഗാലോവി എന്ന് പറയുന്ന ഒരു നേതാവ് പണ്ട് മുതൽ, ഇപ്പോഴല്ല, പണ്ട് മുതൽ ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജോർജ് ഗാലോവി ഉണ്ട്. ഈ ജോർജ് ഗാലോവി ഈ മുസ്ലിം വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം വരുന്ന ആളാണ്. അയാളൊരു ബ്രിട്ടീഷ് വർക്കേഴ്സ് പാർട്ടി നിങ്ങളുടെ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ സ്ഥിരമായി മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ജയിക്കാൻ ഇത്തവണ തോറ്റുപോയി. അപ്പൊ ഇങ്ങനെയുള്ള ഈ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഒരു ഏകീകരണമുണ്ടായി ലേബറിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഈ നൈജൽ ഫരാജിന്റെ പാർട്ടി ഉണ്ടാക്കി അത്രയും വോട്ട് പിടിച്ചില്ലെങ്കിൽ ലേബർ ജയിക്കത്തില്ലായിരുന്നു. എന്ന് മാത്രമല്ല ഈ പാർട്ടി സംഭവിച്ചത്, അതായത് ഈ UK-യിൽ 410 സീറ്റെങ്കിലും 410 സീറ്റെങ്കിലും കിട്ടിയെന്ന് ഇപ്പൊ കേൾക്കുന്നത്. ഇത്രയും വലിയ കൊടുങ്കാറ്റുണ്ടായിട്ടും ഇങ്ങേര് കഷ്ടിയാ ജയിച്ചത്. ആര്? കീർ സ്റ്റാർമർ ജയിച്ചത് കഷ്ടിയാ. കാരണം അവിടെ അങ്ങേരുടെ മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് മുഴുവൻ അപ്പുറത്ത് പോയി, സ്വതന്ത്രന് പോയി. എന്ന് മാത്രമല്ല 3 സ്വതന്ത്രർ ജയിച്ചു. അതായത് ഇങ്ങനെ പോയി പുറത്താക്കപ്പെട്ട മുസ്ലിം വോട്ടിന്റെ പേരിൽ മാത്രം നിന്ന 3 സ്വതന്ത്രർ ജയിച്ചു. അവരെ ഒരേ ഒരു വിഷയം ഉയർത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ ഹമാസിനെ പിന്തുണയ്ക്കുക, ഇസ്രായേലിനെ ഇല്ലാതാക്കുക. ജയ് ഹമാസ് എന്ന് പറഞ്ഞാണ് അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ഏറ്റവും വലിയ അട്ടിമറി വിജയം ഏതാണെന്നറിയും, തോൽവി ഏതാണെന്നറിയും? ലെസ്റ്റർ, നമ്മുടെ അവാർഡിനേറ്റർ ലെസ്റ്റർ സൗത്തിലെ ലേബർ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മത്സരിച്ചത്. ഞാൻ അയാളുടെ പേര് മറന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അയാൾ ഉറപ്പായിട്ടും ക്യാബിനറ്റിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പം ആ പണ്ട് മുതലേ, അതായത് ഈ കൺസർവേറ്റീവ് ഭരിക്കുമ്പോൾ പോലും ഈ സീറ്റ് ലേബർ പാർട്ടി, അവിടെ ഈ പറയുന്ന മന്ത്രിയാവേണ്ട ആളെ തോൽപ്പിച്ച് 1000 വോട്ടിന് തോൽപ്പിച്ച് ജയിച്ചത് ഒരു സ്വതന്ത്രനായ ഒരു ഇക്ബാലാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. കോർബിൻ, ഞാൻ പറഞ്ഞല്ലോ ഇയാൾ കഷ്ടിയാ ജയിച്ചത്, നമ്മുടെ കീർ സ്റ്റാർമർ. അതുപോലെ 3 സീറ്റുകളിൽ അവർ ജയിച്ചു. അപ്പോൾ ഒരു സീറ്റിൽ നിന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അവിടെയാണ്, അതായത് നമ്മുടെ ലേബർ പാർട്ടിയുടെ ചെയർമാൻ, അല്ല കൺസർവേറ്റീവ് പാർട്ടിയുടെ ചെയർമാൻ ഇയാൻ ഡങ്കൻ സ്മിത്ത് യാദൃച്ഛികമായി ജയിച്ചു. എല്ലാവരും തൂക്കുന്നു കരുതുക. അതിന് കാര്യം എന്ന് വെച്ചാൽ അവിടെ ജയിക്കേണ്ടിയിരുന്ന ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിന് ഒരു 2-3 ആഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്ന ആ കറക്റ്റ് സമയമായപ്പം ആ സ്ഥാനാർത്ഥി ഹമാസിനെ സ്തുതിച്ചുകൊണ്ട് ഒരു കുറിപ്പെഴുതി. അയാളെ പുറത്താക്കിയിട്ട് വേറെ സ്ഥാനാർത്ഥിയെ വെച്ചു. അയാൾ പക്ഷെ മത്സരിച്ചു. 2 പേര് പെണ്ണുങ്ങളാ. ആ പുറത്താക്കിയ ലേബർ സ്ഥാനാർത്ഥിയും പുതിയ ലേബർ സ്ഥാനാർത്ഥിയും മത്സരിച്ചു. വോട്ട് വിഭജിച്ചു. ജയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പലരും ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു ഇസ്ലാമിക വൽക്കരണമോ ഒരു തീവ്ര ലെഫ്റ്റ് ഇസ്ലാമിക് പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഇല്ല എന്ന് ഇയാൾ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇയാൾ ഈ പറഞ്ഞ ലേബർ പാർട്ടി ജയിച്ചത്. ആ ഒരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇത്തവണത്തെ ലേബർ പാർട്ടി എന്ന് പറയുന്നത് കീർ സ്റ്റേമർ എന്ന് പറഞ്ഞ കരുത്തനായ നേതാവ് വെള്ളക്കാരെ, അതായത് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഫലസ്തീനെ എതിർക്കാതെ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ ശശി തരൂർ ലൈനിൽ തെരഞ്ഞെടുപ്പ് വലിയ നിർണായക വിഷയമായിരുന്നു. അതുകൊണ്ട് ഈ തീവ്ര മുസ്ലിം വോട്ടർമാര് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല, തോൽപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഭരണം നല്ലതായിരിക്കും. ഈ ഇസ്രായേൽ അടക്കമുള്ള വിഷയങ്ങളിൽ പിന്തുണ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ പിന്തുണ തുടരും. ഈ ഋഷി സുനക്കിന്റെ ഭാവി എന്താകും? ഋഷി സുനക്ക് അത്യാഗ്രഹം കാണിച്ചതാണ്. വളരെ ചെറുപ്പക്കാരനായിരുന്നു, ഭയങ്കര മിടുക്കനാണ്, പ്രഗത്ഭനാണ്. അയാളൊരു ഇന്ത്യൻ വംശജനായിട്ടും ബോറിസ് ജോൺസൺ അയാളെ ചേർത്ത് നിർത്തി. എന്നിട്ട് ബോറിസിനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി. ആൾ വേഗതയിൽ പ്രധാനമന്ത്രിയാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഋഷി സുനക്കിന് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു. ഇനി പാടാണ്. കാരണം ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അയാൾക്കെതിരെ വലിയ കലാപങ്ങളുണ്ടായി. ഇപ്പം ഇയാൾ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു മാത്രമല്ല, പാർട്ടി നേതൃസ്ഥാനം രാജിവെക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കൺസർവേറ്റീവ് പാർട്ടി നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം, നേതാവാകാമെന്ന് കരുതിയിരുന്ന എല്ലാവരും തോറ്റുപോയി. പെന്നി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 3ാമത് എത്തിയത്. അവരായിരുന്നു ഇത്തവണ മത്സരിക്കുന്നത്. പക്ഷെ അവരും തോറ്റുപോയി, വലിയ നിലയിൽ തോറ്റുപോയി. ലിസ്ട്രസ് തോറ്റുപോയി. ഏതായി പ്രധാനമന്ത്രി, അവര് തോറ്റുപോയി. ഋഷി ജയിച്ചു. അപ്പം കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനം അയാൾ രാജിവെക്കും. കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇനി കുറച്ചു കാലം കുഴപ്പങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ പാർട്ടിയെ നാണം കെടുത്തി പാർട്ടിയെ ഇല്ലാതാക്കിയെന്ന് വലിയ വികാരമുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇവിടുത്തെ പോലെ അതൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അത് ഇതിനേക്കാൾ ശക്തമാണ്.
ഷാഡോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. ഓഹോ. അതായത് പ്രതിപക്ഷ നേതാവ് വരുന്ന ആൾ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്. ഓരോ വകുപ്പിനും ഈ ഷാഡോ പ്രൈം മിനിസ്റ്റർ ഓരോ ഷാഡോ മിനിസ്റ്റർമാരെ നിയമിക്കും. അങ്ങനെയുണ്ട്. അത് നല്ലതാണ്, ഇവിടെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കേണ്ടതും കൈകാര്യം ചെയ്യുന്നതും പാർലമെന്റ് ഉന്നയിക്കുന്നതൊക്കെ ഈ ഷാഡോ മിനിസ്റ്ററാണ്. വിഷയം പഠിക്കും. പക്ഷേ ആ ഉത്തരവാദിത്വമൊന്നും ഇയാൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം പുള്ളി തകർന്നു പോയി. ഇന്നിപ്പോ തിരിച്ചു പോകുന്ന പുള്ളി സോറിയൊക്കെ പറഞ്ഞു. പുള്ളി രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് സാധ്യത. ഓർക്കണം 40-45 വയസ്സായിട്ടുള്ളൂ. പുള്ളിയുടെ ഒരു ആർത്തി അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു എന്താ പറയണത്, പെട്ടെന്ന് പെട്ടെന്നാവണമെന്നുള്ള ഒരു ഇത് പുള്ളിക്ക് തിരിച്ചടിയായി. എങ്കിൽ പോലും അല്ലെങ്കിൽ പുള്ളിക്ക് ഒരുപാട് ഭാവി ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പക്കാരനാണ്. ബ്രിട്ടനിലെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു പദവിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയി. ഇപ്പൊ ടോണി ബ്ലെയർ ഏതാണ്ട് 60 വയസ്സ് 58 വയസ്സോളം നിന്നിരുന്നു. പക്ഷെ എന്നാ തിളങ്ങി നിന്നതാ. ഗോർഡൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലൻഡുകാരൻ ഇതുപോലെ കലാപം ഉണ്ടാക്കി, അയാൾ വിട്ടിട്ട് പോയി. അതോടെ ഗോർഡൻ ബ്രൗൺ ഇതുപോലെ തെരഞ്ഞെടുപ്പ് തോറ്റി. അങ്ങനെയാണ് ഡേവിഡ് കാമറോൺ വരുന്നത്. കാമറോൺ 50 വയസ്സ് പോലും തികയുന്നതിന് മുമ്പാണ് രാജിവെച്ചിട്ട് പോകുന്നത്. എല്ലാവരും പിന്നെ വിസ്മൃതിയിലേക്ക് പോകും. കാമറോണെ മാത്രം ഇത്തവണ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷി സുനക് വിദേശകാര്യമന്ത്രിയെ പോകുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്നതുകൊണ്ടാണ്. ഇസ്രായേൽ യുദ്ധം നടക്കുന്നതാണ്. അല്ലെങ്കിൽ കൊണ്ടിരുത്തില്ല, കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇയാൾ ഇവിടുന്ന് ഇപ്പം ബോറിസ് ജോൺസൺ എന്ത് ചെയ്യും, നമ്മളൊന്നും കണ്ടില്ലല്ലോ. അയാള് ഇയാൾക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും ഇല്ലായിരുന്നു. ഇതവിടെ മത്സരിച്ചില്ല. അതാണ് ബ്രിട്ടൻകാർ. അതുകൊണ്ട് ഇതോടുകൂടി അയാൾ അവസാനിക്കുകയാണ്. ഇത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളത് വിട്ടുപോയി. സ്കോട്ട്ലൻഡ് ബ്രിട്ടന്റെ പ്രവിശ്യകളിൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതും കൂടുതൽ ശ്രദ്ധേയമേറിയ സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവിശ്യയാണ്. നമ്മുടെ നാട്ടിലെങ്ങാനും ഇവിടെ ഏതെങ്കിലും ഒരാൾ സ്വതന്ത്ര രാജ്യം എന്ന് പറഞ്ഞാൽ അപ്പം രാജ്യത്താകത്തായി. അപ്പൊ സ്കോട്ട്ലൻഡിലെ സ്വതന്ത്ര രാജ്യമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് SNP, സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇവരാണ് കഴിഞ്ഞ കുറേ കാലം അവിടെ ഭരിക്കുന്നത്. അവർക്കാണ് പിന്തുണ. പക്ഷേ ബ്രിട്ടൻ റഫറൻഡം എല്ലാവർക്കും കൂടിയാണ് നടത്തുന്നത്. നമ്മുടെ കശ്മീരിന്റെ കാര്യം പറയുന്ന മാതിരി അങ്ങനെയാണ് തോറ്റുപോകുന്നത്. അപ്പോൾ ഈ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ആയിരുന്നു അവിടെയുള്ള ഏതാണ്ട് 56 സീറ്റിൽ 48 സീറ്റും അവർക്കായിരുന്നു MP ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തവണ അവർക്ക് 8 സീറ്റ് കിട്ടും. ഇത്തവണ ഏറ്റവും കൂടുതൽ തോറ്റുപോയത് അവരാണ്, ലേബർ പാർട്ടി. അതിന്റെ കാരണം ഒരു ഹംസ യൂസഫ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി വംശജൻ അവിടുത്തെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടി നേതാവായി. അയാൾ കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ഇപ്പം മാറ്റി അയാളെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് വാസ്തവത്തിൽ SNPക്കാണ്, സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടിക്ക്. അതായത് സ്കോട്ട്ലൻഡിലെ ഭരണം നടത്തുന്നവരാണ്. ഇപ്പോഴും അവരാ ഭരിക്കുന്നത്. അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യം പറയേണ്ടി വരും. ലിബറൽ ഡെമോക്രാറ്റിക് കയറി വന്നു. ഗ്രീൻ പാർട്ടിക്കും ഉണ്ട് 5-6 സീറ്റ്. അയാൾ ജയിച്ചു. ഈ നൈജൽ ഫരാജിനെ ഈ ഒരുപാട് സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയെങ്കിൽ 4 സീറ്റ് ജയിച്ചു. 13 സീറ്റ് ജയിക്കുന്ന കരുതിയിരുന്നത് 4 ജയിച്ചോളൂ. അയാൾ ജയിച്ചു. നൈജൽ ഫരാജ് ജയിച്ചു. നൈജൽ ഫരാജ് പാർലമെന്റിൽ എത്തുന്നത് ഒരു രസമായിരിക്കും. മറ്റേ ട്രംപിന്റെ ഒരു പതിപ്പാണ്. എന്തായാലും ഈ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ബോധവാന്മാരാണ്. കാരണം ഒരു പരിധി വരെ നമ്മൾ ഇന്ത്യൻ രീതി തന്നെയാണ് അവിടെ എന്നാണ് പലപ്പോഴും നമ്മൾ കരുതിയിരുന്നത്. തീർത്തും അങ്ങനെ അല്ല എന്നുള്ളത് നമ്മുടെ ചർച്ചകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞു. ഈ വളരെ ഞാൻ അവിടെ ജീവിച്ചിരുന്ന അന്ന് മുതൽ ഞാൻ ഈ ബ്രിട്ടീഷ് പൊളിറ്റിക്സ് ഫോളോ ചെയ്യും. നമ്മുടെ കേരള പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നത് എല്ലാ ദിവസവും ബ്രിട്ടീഷ് പൊളിറ്റിക്സ് ഫോളോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. എന്തായാലും നമ്മുടെ സോജന നമ്മൾ അഭിനന്ദനം അറിയിക്കുന്നത്. തീർച്ചയായും കോട്ടയത്തൊരു മലയാളിയാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ MP ആണ്. അപ്പം മലയാളി എന്ന് പറയുന്നതിന്റെ ശക്തി തെളിയിക്കാൻ സോജന ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഋഷി സുനക് പോയാലും നമുക്ക് വിഷമിക്കേണ്ട, നമ്മുടെ ഒരു മലയാളി ആള് അവിടെ ഉണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, കാത്തിരുന്ന് ലണ്ടനിൽ പോകുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ വളരെ സോജനും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. പിന്നെ നമുക്ക് നേരത്തെ മുതൽ സോജനുമായിട്ട് എനിക്ക് വളരെ അടുപ്പമാണ്. സോജൻ ബ്രിട്ടീഷ് മലയാളം നമുക്ക് ഒരു പത്രം ഉണ്ടായിരുന്നല്ലോ. ആ ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞ പത്രമായിട്ട് വളരെ അസോസിയേറ്റഡ് ആണ്. നമ്മൾ അയാളെ ഒരുപാട് കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നപ്പോഴും വിളിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അപ്പോഴും സംസാരിച്ചിരുന്നു ഞങ്ങൾ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അഭിനന്ദനം. കാരണം ഒരു മലയാളി ചരിത്രം സൃഷ്ടിക്കും. കോട്ടയത്തെ അപ്പനും അമ്മയൊക്കെ എപ്പോഴും ഏഷ്യാനെറ്റ് കണ്ടു അപ്പനും അമ്മയുടെ. നന്ദി, നമസ്കാരം.